ചാണകം ഉരുട്ടിക്കൊണ്ടുപോയി അത് തിന്നും അതിൽ മുട്ടയിട്ട് വിരിയിച്ചും കുഞ്ഞുങ്ങളെ വളർത്തിയും ഒക്കെ ജീവിക്കുന്ന ചാണകവണ്ടുകൾ അത്ര നിസ്സാരക്കാരായിട്ടുള്ള ജീവികളല്ല, വളരെ രസികന്മാരായിട്ടുള്ള ജീവികളാണ്. പഴയ നാവികരും മരുഭൂമിയിലെ സഞ്ചാരികളുമൊക്കെ ദിശയും വഴിയും കണ്ടെത്തി സഞ്ചരിച്ചത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയും രാശികൾ ഗണിച്ചും ഒക്കെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ വഴിതെറ്റാതെ നിശ്ചിത സ്ഥലത്തെത്താൻ വേണ്ടി നമ്മൾ ഗൂഗിൾ മാപ്പും GPS-ഉം ഗഗനും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ സാധാരണമായിട്ടുമുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ആകാശഗംഗയെയും ഒക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്തവരാണ് ഈ ചാണകവണ്ടുകൾ എന്നത്. അതെ, അതൊരു അത്ഭുതകരമായിട്ടുള്ള അറിവ് തന്നെയാണ്. ഇരുൾ രാത്രികളിൽ ആകാശഗംഗയുടെ സ്ഥാനചിത്രം ഉപയോഗിച്ച് കൃത്യതയോടെ നേർയാത്ര ചെയ്യുന്ന ജീവികൾ. ചാണകവണ്ടുകളുടെ അമ്പരപ്പിക്കുന്ന കഴിവുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ജീവലോക കൗതുകങ്ങൾ, അതിൻ്റെ സയൻസ് കൂടുതൽ പേരിലെത്തിക്കാൻ സഹായിക്കുക. പാടത്തും പറമ്പിലും കാട്ടിലും മേട്ടിലുമൊക്കെ മൃഗങ്ങളൊക്കെ വിസർജിച്ചിടുന്ന അവയുടെ കാഷ്ടങ്ങൾ, ചാണകങ്ങൾ വിതരണം ചെയ്യുന്നത് പല സ്ഥലങ്ങളിലെത്തിക്കുന്നവരാണ് ചാണകവണ്ടുകൾ. നല്ല ഭംഗിയിൽ പീരങ്കി ഉണ്ട പോലെ അവരുടെ ശരീരവലിപ്പത്തെക്കാളും വളരെ വലിപ്പമുള്ള ഉണ്ടകളാക്കി ഉരുട്ടി ജോറായിട്ട് പോകുന്ന ചാണകവണ്ടുകളെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വീട്ടുപറമ്പത്തും പശുവിനെ കെട്ടുന്നിടത്തും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് കാണാറുണ്ട്. നമ്മുടെ നാറാണത്ത് ഭ്രാന്തനെ പോലെ കുന്നിൻ മുകളിലേക്കല്ല ഇവരുടെ ചാണക ഉരുട്ടൽ എന്ന് മാത്രം. ചിലപ്പോൾ സർക്കസുകാരെ പോലെയൊക്കെ തോന്നും. തലകുത്തി നിന്ന് നിരപ്പിലൂടെ പിൻകാല് കൊണ്ട് ചവിട്ടി ഉരുട്ടിയും ഇടക്ക് നിന്ന് അതിനു മുകളിൽ കയറി ചുറ്റുമൊന്ന് നിരീക്ഷിച്ചും കൊമ്പ് കൊണ്ട് കുത്തി തിരിച്ചുമൊക്കെ കഷ്ടപ്പെട്ട് ഇവർ നീങ്ങുന്നത് കാണാം. ഇതിനിടയിലായിരിക്കും കൊമ്പുക്കുള്ള മറ്റൊരു വണ്ട് വന്ന് അത് കുത്തിമറിച്ചും അടികൂടിയുമൊക്കെ ആ ചാണക ഉരുള സ്വന്തമാക്കുന്നതും കാണാം. ചാണകമാണോ നിൻ്റെയൊക്കെ തലക്കകത്ത് എന്ന ചോദ്യത്തിൽ ചാണകം ഒന്നിനും കൊള്ളാത്ത ഒരു വസ്തുവാണ്, കളിമണ്ണ് പോലെ എന്നൊരു സൂചനയുണ്ടല്ലോ. എന്നാൽ ചാണകം തന്നെ ജീവനും ജീവിതവുമായ ജീവികളാണ് ഈ ചാണകവണ്ടുകൾ. ലോകത്തെങ്ങുമായിട്ട് 6000-ൽ പരം ചാണക വണ്ടിനങ്ങളുണ്ട്. നാൽക്കാലികളുടെ വിസർജ്യങ്ങൾ മാത്രമല്ല, മനുഷ്യരുടേതടക്കം ഏത് മൃഗങ്ങളുടെയും വിസർജ്യം, മലം ഇവർക്ക് ബിരിയാണി തന്നെയാണ്. മേഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ അവിടെ കാഷ്ടിച്ച് വെക്കുന്നത് മുഴുവൻ മണിക്കൂർ കൊണ്ട് തിന്നു തീർത്തും പലയിടത്തേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി കുഴിച്ചിട്ടും ഒക്കെ നിലം ക്ലീൻ ആക്കുന്നത് ഇവരാണ്. ചാണകം നമ്മുടെ പറമ്പിലൊക്കെ അവിടെയായിട്ട് കൂടിക്കിടന്നിരുന്നെങ്കിൽ അതിൽ പലതരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ വളർന്ന് വലിയ ഉപദ്രവം നമുക്കുണ്ടാകുമായിരുന്നു. ഈച്ചകളും മറ്റു പ്രാണികളും അതിൽ വന്നിരുന്നും നമ്മുടെ ഭക്ഷണത്തിൽ കൊണ്ടുവന്ന് ഇട്ടും ഒക്കെ പലതരത്തിലുള്ള രോഗങ്ങൾ പരത്തുകയും ചെയ്യുമായിരുന്നു. ഇതൊക്കെ നിമിഷം കൊണ്ട് ക്ലീൻ ചെയ്യുന്നവരാണ് ഈ ഉപകാരികളായിട്ടുള്ള ചാണകവണ്ടുകൾ. ചാണകം മണ്ണിൽ വീണ കാര്യം നിമിഷം കൊണ്ട് അവർ മണത്തറിഞ്ഞ് ഗ്രഹിച്ചറിഞ്ഞ് അവിടെ ഹാജർ രേഖപ്പെടുത്തും. ചിലയിനം ചാണകവണ്ടുകൾ പശുക്കളെ ഒന്നും വിടാതെ കൂടെ തന്നെ ചാണകം വിടുന്നതും കാത്ത് കൂടെ നടക്കും. എന്താ പശു ഒരു അമാന്തം എന്ന് ചോദിച്ചുകൊണ്ട് ചാണകം വിടുന്നത് കാത്ത് ചുറ്റുവട്ടത്ത് ഒളിച്ചു നിൽക്കുന്നുണ്ടാവും. ഉണക്കം കൂടുന്നതിന് മുമ്പ് ചാണകം തിന്നാനാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. ഭക്ഷണം മാത്രമല്ല ഇവർക്ക് ചാണകം. അതിനുള്ളിലാണ് അവർ മുട്ടയിടുന്നത്, കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. കുഞ്ഞുങ്ങൾ ആ ചാണകം തന്നെ തിന്നാണ് വളരുന്നതും. സാധാരണയായിട്ട് ചാണകക്കുഴികളിലൊക്കെ നമ്മൾ കാണാറുള്ള തൊലി അടർത്ത കൊഞ്ചിനെ പോലെ ഇളം മഞ്ഞ നിറമോ വെളുപ്പ് നിറത്തിലോ ഒക്കെയുള്ള വലിയ പുഴുക്കളുണ്ടല്ലോ. ആ സുന്ദര വെളുമ്പൻ പുഴുക്കൾ ചാണകവണ്ടിൻ്റെതാകണമെന്നില്ല. അത് പലപ്പോഴും കൊമ്പൻ ചെല്ലിയെ പോലുള്ള ഇതേ വിഭാഗത്തിൽ തന്നെ പെട്ട മറ്റു വണ്ടുകളുടെ പുഴുക്കളാണ്. അതായത് മുട്ട വിരിഞ്ഞിറങ്ങുന്ന ചാണകവണ്ടിൻ്റെ ലാർവ പുഴുക്കളെ നമുക്ക് സാധാരണയായിട്ട് കാണാൻ കിട്ടില്ല. അതെപ്പോഴും മണ്ണിനടിയിൽ ഒളിച്ചു വെച്ച ചാണകത്തിനുള്ളിലായിരിക്കും പലപ്പോഴും മുട്ട വിരിയുക. ഈ ചാണകത്തിനുള്ളിൽ തന്നെ ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ കുഞ്ഞുങ്ങൾ വളർന്ന് അത് പ്യൂപ്പാവസ്ഥയിൽ പോയിട്ട് പൂർണ്ണമായിട്ടുള്ള രൂപാന്തരം സംഭവിച്ചിട്ടാണ് വീണ്ടും പുറത്തേക്ക് പുതിയ വണ്ടായിട്ട് വരുന്നത്. ചാണകത്തിൽ ജനിച്ച് ചാണകത്തിൽ വളർന്ന് ചാണകത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന വമ്പൻ വണ്ടുകൾ. ഇനി ചാണകത്തിന് പുറത്തിറങ്ങിയാൽ ഇവരെയും ഇരപിടിയന്മാർ കാത്തിരിപ്പുണ്ട്. പലതരത്തിലുള്ള പക്ഷികളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഈ ചാണകവണ്ടിൻ്റെ പുഴുക്കളും ചാണകവണ്ടും. വലിയ ഇനം ഉരുട്ടുവണ്ടുകളെ ഇപ്പോൾ കാട്ടിലല്ലാതെ നാട്ടുപുറത്തൊക്കെ കാണുക വളരെ അപൂർവമാണ്. മേഞ്ഞു തിന്നുന്ന പശുക്കളുടെ എണ്ണം കുറഞ്ഞതും തൊഴുത്തിൽ നിന്നും പുറത്തിറങ്ങാത്ത വിധത്തിലുള്ള ഹൈഫൈ ആലജീവിതം പശുക്കൾ ആരംഭിച്ചതും അതൊക്കെ കൊണ്ട് പറമ്പിൽ എവിടെയും ചാണകം ഇപ്പോൾ കാണാറില്ല. ഇനി വല്ല പശുവും ചാണകം ഇട്ടാൽ തന്നെ കണ്ട ഉടനെ ആളുകളൊക്കെ അത് കോരിക്കൊണ്ടുപോയി പ്ലാസ്റ്റിക്കിലിട്ട് ഉണക്കി ഒന്നിനും പറ്റാതെ ജൈവവളം എന്ന പേരിൽ ആക്കി മാറ്റുകയും ചെയ്യും. കാലിത്തീറ്റകളുടെ സ്വഭാവം മാറിയതും ധാരാളമായിട്ട് പലതരത്തിലുള്ള മരുന്നുകളും വിരമരുന്നുകളും ഒക്കെ പശുക്കൾക്ക് കൊടുക്കുന്നതും ഒക്കെ കൊണ്ട് ഇവയുടെ ചാണകത്തിൽ ഈ ചാണകവണ്ടുകളുടെ ലാർവ പുഴുക്കൾക്ക് വളരാനും പറ്റാതായി. 3 വിധത്തിലുള്ള ചാണകവണ്ടുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് വിഭജിച്ച് പറയാം. ചാണകം ദൂരേക്ക് ഉരുട്ടിക്കൊണ്ടുപോയി കുഴിച്ച് അതിലിറക്കി വെച്ച് അത് തിന്ന് അതിൽ മുട്ടയിട്ട് അതിൽ നിന്നും കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഉരുട്ട് വിഭാഗം. അതേസമയം ചാണകം ഇട്ട സ്ഥലത്ത് ആ ചാണകക്കുന്തിക്ക് തന്നെ ചുറ്റുമായിട്ടോ അതിന് നേരെ താഴേക്കൊക്കെ ഈ ചാണകം വലിച്ചു കൊണ്ടുപോയി കുഴിയാക്കി അതിനകത്ത് നിറച്ച് തിന്ന്
അവിടെ തന്നെ ജീവിക്കുന്ന ദൂരേക്കൊന്നും ഉരുട്ടി കൊണ്ടുപോകാതെ വിഭാഗം ചാണകവണ്ടുകൾ. മൂന്നാമത്തെ ഒരു കൂട്ടം ചാണകവണ്ടുകളുണ്ട്. അവർ കുഴി കുത്താൻ പോലും മടിയന്മാരാണ്. ശരിക്കും മടിയന്മാർ. ഉരുട്ടി കൊണ്ടുപോകാനും നിൽക്കില്ല. ചാണകത്തിൻ്റെ നേരെ താഴേക്കോ അരികുകളിലേക്കോ പോലും ഈ ചാണകം വലിച്ച് കൊണ്ടുപോയിട്ട് കുഴിച്ചിടാനോ നിൽക്കില്ല. നേരിട്ട് ആ ചാണകത്തിൽ തന്നെ തിന്ന് മുട്ടയിട്ട് പെരുകാൻ ശ്രമിക്കും. സ്കരാബിഡെ വിഭാഗത്തിൽപ്പെട്ട ഈ തരത്തിലുള്ള ചാണകവണ്ടുകളിൽ നമ്മുടെ നാട്ടിൽ കാണുന്നവർ ഉരുട്ടുവണ്ടുകൾ സിസിഫസ് എന്ന് പറയുന്ന ജനുസിൽപ്പെട്ടവരാണ്. മാളന്തുരപ്പന്മാരായിട്ട് ഓന്തോഫാഗസ് എന്നും കോപ്രിസ് എന്നുമുള്ള ജനുസിലുള്ള ചാണകവണ്ടുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. മടിയന്മാർ ഓണിറ്റിയോസെല്ലസ്, ടിനിയോസെല്ലസ് എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുമാണ്. മണ്ണിനടിയിൽ മാണങ്ങൾ തുരന്നു പോയിട്ട് അതിനുള്ളിൽ ചാണകം ഉരുട്ടി കൊണ്ടുവെക്കുന്ന തുരപ്പന്മാർക്ക് ചിലപ്പോൾ ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട്. മറ്റ് ചാണകവണ്ടുകൾ തുരന്നെത്തുന്നതിന് അടുത്ത് ഈ മാളങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിപ്പോകും. അപ്പോൾ വേറൊരാളുടെ ചാണകം മറ്റേ ആൾ തട്ടിയെടുക്കുന്ന ഒരു അപകടം കൂടിയുണ്ട്. ഇത്തിരി ചാണകവും 100,000 വണ്ടുകളും എന്നുള്ള ഒരവസ്ഥയുണ്ടാകുമ്പോൾ ചാണകത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം കടുത്തതാവും. അതിജീവനത്തിനും വംശവർദ്ധനക്കുമായിട്ടുള്ള ഈ സമരത്തിൽ ചാണകമുരുട്ടി വണ്ടുകൾ ചില തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. ചാണകം വീണ് ഉടനെ അവിടെ എത്തുന്നവർ, കൂടുതൽ ചാണകം മറ്റുള്ളവരിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ദൂരേക്ക് കൊണ്ടുപോകുന്നവർ, ഇങ്ങനെ കൊണ്ടുപോകുന്ന ചാണകം തട്ടിയെടുക്കാൻ അവസരം കൊടുക്കാത്തവർ ഒക്കെ ആയിരിക്കുമല്ലോ സമർത്ഥന്മാർ. അവരായിരിക്കുമല്ലോ കൂടുതലായിട്ട് അതിജീവിക്കുക. ചിലയിനം ചാണകവണ്ടുകളിൽ ഇണയെ കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ചാണകമുരുട്ട് മഹോത്സവം നടത്തുക. ആണും പെണ്ണും കൂടി സഹകരിച്ച് ഉരുട്ടി കൊണ്ടുപോയിട്ട് നനവും പദവുമുള്ള സ്ഥലത്തെത്തി അവിടെ കുഴി കുഴിച്ച് അതിലേക്ക് ഈ ചാണക ഉരുള ഇറക്കി വെക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇണചേരും. ചാണകമുണ്ട് ഈ ചാണകത്തിനുള്ളിൽ മുട്ടിയിട്ട് മൂടി സ്ഥലം വിടും. പണ്ട് പലരും നിരീക്ഷിച്ചപ്പോൾ ഇങ്ങനെ ചാണകം ഉരുട്ടി കൊണ്ടുപോകുന്ന വണ്ടുകൾ ചില സ്ഥലങ്ങളിലെത്തി തടസ്സപ്പെടുമ്പോൾ, അതിന് മുന്നോട്ട് നീങ്ങാനൊന്നും പറ്റാതെ ചില കുടുക്കുകളിലൊക്കെ പെട്ടു പോകുമ്പോൾ വേറെയും കുറേ ചാണകവണ്ടുകൾ വന്ന് ഇവരെ സഹായിക്കുന്നത് പോലെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ വിശ്വാസമുണ്ടായിരുന്നു. അതായത് പരസ്പര സഹകരണ സംഘങ്ങളാണ് ഇത്തരത്തിലുള്ള ചാണകവണ്ടുകളെന്ന്. പക്ഷേ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ജീവിച്ച ഫ്രഞ്ച് നാച്ചുറലിസ്റ്റും എൻറ്റമോളജിസ്റ്റും ഒക്കെയായ ജോൺ ഓൺട്രി ഫാബ്രി നടത്തിയ ചില ഗവേഷണങ്ങൾ തെളിയിച്ചത് ഇത് അത്തരത്തിലുള്ള സഹായമൊന്നുമല്ല. ഒരാൾക്ക് ഉരുട്ടാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി വരുന്നത് തട്ടിയെടുക്കാനുള്ള അവസരം കണ്ടാണ്. കൂടുതൽ കരുത്തുള്ളവർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ ഉരുട്ടിക്കൊണ്ടുവന്ന ചാണക ഉരുള ഏത് നിമിഷവും നഷ്ടപ്പെടാം എന്നതിനാലാണ് ഇവരൊക്കെ തകൃതിയായിട്ട് വളരെ വേഗത്തിൽ നിർത്താതെ വളരെ നേരെ ഉരുട്ടിക്കൊണ്ടുപോകുന്നത്. പരമാവധി വേഗം പരമാവധി ദൂരത്തേക്ക് ഈ ചാണക ഉരുള എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി. ചാണക കേന്ദ്രത്തിൽ നിന്നും ആവുന്നത്ര ദൂരത്തേക്ക് ഈ ചാണക ഉരുള ഉരുട്ടി എത്തിച്ച് ഒരു കുഴി കുഴിച്ച് അതിലിട്ട് മൂടി ഒളിച്ചു വെക്കുന്നത് വരെ ഒരു സമാധാനവും ഇല്ല. നേർരേഖയിൽ വേണം യാത്ര. ഈ ഉരുട്ടുന്നതിനിടയിൽ ദിശ തെറ്റിപ്പോയാൽ കറങ്ങിത്തിരിഞ്ഞ് നേരത്തെ ആരംഭിച്ച സ്ഥലത്ത് തന്നെ ചിലപ്പോൾ കറങ്ങി എത്തിയെന്നിരിക്കും. അതായത് അവിടെ കൂടുതൽ മത്സരാർത്ഥികളുള്ള ചാണകത്തിന് വേണ്ടിയിട്ടുള്ള പിടിവലി നടക്കുന്ന സ്ഥലത്ത്. അങ്ങനെയായാൽ അധ്വാനിച്ചതൊക്കെ വെറുതെയാകും. തുണിയും ചാരിയുന്നവൻ ചാണകവും കൊണ്ട് ഉരുട്ടി പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരും. നേരെ വെച്ച് പിടിച്ചുള്ള ഉരുട്ടലിന് യാത്ര നേരെയാണെന്ന് ഉറപ്പിക്കാൻ ഇവർ എന്ത് സൂത്രമാണ് ഉപയോഗിക്കുന്നത് എന്നത് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകം തന്നെയായിരുന്നു. സ്വീഡനിലെ ലാൻഡ് സർവകലാശാലയിലെ കുറേ ഗവേഷകർ അവരുടെ ലാബുകളിലും അതേപോലെ ദക്ഷിണാഫ്രിക്കയിലെ പ്ലാനറ്റോറിയത്തിലും ഒക്കെ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലങ്ങൾ 2013 കറണ്ട് ബയോളജിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അരികളിൽ മുഴുവൻ കറുപ്പ് പെയിൻ്റ് അടിച്ച കാർബോർഡുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന അറീനകളിലാണ് ഇവർ ഈ പരീക്ഷണങ്ങൾക്കായിട്ട് ചാണകവണ്ടുകളെ ഇറക്കി വിടുന്നത്. അതായത് ആ ചാണകവണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചുറ്റുപാടുകൾ, അവയുടെ ചക്രവാളം കാണാൻ പറ്റില്ല. അല്ലായിരുന്നെങ്കിൽ ഈ ചുറ്റുപാടുമുള്ള ചില മരങ്ങളെയൊക്കെ അടയാളങ്ങളായിട്ട് ഓർത്ത് വെച്ച് അതിനെ ലക്ഷ്യമാക്കിയിട്ട് അവർക്ക് പോകാൻ പറ്റുമല്ലോ. നേരെ മുകളിലെ ആകാശം മാത്രം കാണും വിധത്തിലാണ് ഇവ ക്രമീകരിച്ചിരുന്നത്. സൂര്യനും ചുറ്റും പ്രത്യക്ഷപ്പെടുന്ന സമമിതിയിലുള്ള പോളറൈസ്ഡ് ലൈറ്റ് പാറ്റേണുകൾ തിരിച്ചറിയാൻ ഈ വണ്ടുകൾക്ക് സാധിക്കുന്നു എന്നത് മുമ്പേ തന്നെ നമുക്കറിയാമായിരുന്നു. നമ്മളെപ്പോലെയുള്ള ജീവികൾക്ക് ഇത്തരത്തിലുള്ള പാറ്റേണുകൾ കാണാനുള്ള റിസപ്റ്ററുകൾ കണ്ണിലില്ല. അതായത് പകൽ സമയങ്ങളിൽ സൂര്യൻ്റെ പോളറൈസേഷൻ പാറ്റേണുകളുടെ സഹായത്തോടെ ഇവർക്ക് നേർരേഖാ സഞ്ചാരം സാധ്യമാണ്. അതുപോലെ ചന്ദ്രനുള്ള രാത്രികളിൽ ചന്ദ്രനും ഇവരുടെ യാത്രക്ക് സഹായിക്കും. എന്നാൽ ചന്ദ്രനില്ലാത്ത ഇരുണ്ട രാത്രികളിൽ ഇവരെങ്ങനെ ഓറിയന്റേഷൻ നടത്തുന്നത് എന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. അവർ അപ്പോൾ നക്ഷത്രങ്ങളെ ആധാരമാക്കുന്നുണ്ടാകും എന്ന നിഗമനത്തിലെത്താൻ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. നക്ഷത്ര തിളക്കങ്ങൾ മനസ്സിലാക്കാൻ ഇവരുടെ കോമ്പൗണ്ട് ഐയിലെ സംയുക്ത നേത്രത്തിലെ ആയിരക്കണക്കിന് ഒമാറ്റിഡകൾ എന്ന് വിളിക്കുന്ന കുഞ്ഞു ലെൻസുകൾക്ക് സഹായിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. മനുഷ്യരെ കൂടാതെ പക്ഷികൾ, സീലുകൾ, മറ്റു ചില ജീവികളൊക്കെ നക്ഷത്രങ്ങളെ ആധാരമാക്കിയിട്ട് അവയുടെ യാത്രാ വഴികൾ തീരുമാനിക്കുമെന്നത് അറിയാമായിരുന്നെങ്കിലും പ്രാണികളൊക്കെ ഇത്തരത്തിൽ നക്ഷത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവയുടെ യാത്രാ വഴികൾ തീരുമാനിക്കുന്നത് എന്നത് ഇതുവരെ തെളിയിക്കപ്പെടാത്ത കാര്യമായിരുന്നു. അപ്പോൾ ഇരുണ്ട രാത്രികളിൽ ഇവരെങ്ങനെയാണ് നേർരേഖാ സഞ്ചാരം സാധ്യമാക്കുന്നത് എന്നതാണ് ഗവേഷകരെ കുഴക്കിയത്. ഗവേഷകരായിട്ടുള്ള എറിക് വാരന്റും സംഘവും ആഫ്രിക്കയിലെ സ്കരാബസ് സാറ്ററസ് എന്ന ചാണകവണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. ഈ വണ്ടുകളുടെയൊക്കെ കോമ്പൗണ്ട് ഐയുടെ മുകളിൽ
കാഴ്ചകളെ പലതരത്തിൽ മറക്കുന്ന പലതരത്തിലുള്ള ബോർഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആണ് ഇവർ പരീക്ഷണങ്ങൾ നടത്തിയത്. കൂടാതെ ജോനാസ്ബർഗിലെ പ്ലാനറ്റോറിയത്തിൻ്റെ ഉള്ളിൽ ഡോമിൽ ആകാശം പ്രൊജക്റ്റ് ചെയ്തും കെടുത്തിയും ഒക്കെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി. നക്ഷത്രഖചിതമായിട്ടുള്ള ആകാശം നോക്കി ഇവർ നേർരേഖയിൽ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അറീനയിൽ നിന്നും ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ അരികുകളിലേക്ക് ഓടുന്നു എന്നുള്ളത് മാത്രമല്ല മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പൂർണ്ണമായിട്ടും ആകാശം കാണാതെ പറ്റാത്ത വിധത്തിൽ ആകാശഗംഗയുടെ ഭാഗം മാത്രം കാണുന്ന വിധത്തിലുള്ള ചെറിയ സ്ലിറ്റുകളിലൂടെ ഇവരുടെ കണ്ണ് മറച്ചപ്പോഴും അതേ വേഗതയിലൂടെ അതേ സൂക്ഷ്മതയോടെ അവ നേർരേഖയിൽ സഞ്ചരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റി. വ്യത്യസ്തമായിട്ടുള്ള നക്ഷത്രങ്ങൾ മാത്രമല്ല, ഈ ആകാശഗംഗയെ കൂടിയാണ് ഇവർ ഇത്തരത്തിലുള്ള സഞ്ചാരത്തിന് ഉപയോഗിക്കുന്നത് എന്നത് പുതിയൊരു അമ്പരപ്പിക്കുന്ന അറിവ് തന്നെയായിരുന്നു. ഉരുട്ട് യാത്രയ്ക്കിടയിൽ തലകുത്തി നിന്നും ഇടയ്ക്കിതിന് മുകളിൽ കയറി മുകളിലോട്ട് നോക്കിയും ഓരോരോ ആകാശ ചിത്രങ്ങളാണ് ഇവർ പതിപ്പിച്ചെടുക്കുന്നത്. ആകാശഗംഗയുടെ ഒരു സ്പേസ് ഫോട്ടോ അവയുടെ ഉള്ളിൽ ഉറപ്പിച്ചതിൻ്റെ ശേഷം വീണ്ടും ഉരുട്ടുന്നു, അതുമായിട്ട് വീണ്ടും ചേർത്ത് വെച്ച് നോക്കുന്നു. നമ്മുടെ GPS മാതൃകയിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരുടെ നേർരേഖയിലാണോ സഞ്ചരിക്കുന്നത് എന്നത് അവ തീരുമാനിക്കുന്നത്. ഭൂമിയിൽ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് കടൽ യാത്രകളൊക്കെ ചെയ്യുന്ന വമ്പന്മാരാണ് നമ്മൾ എന്ന് മനുഷ്യർ അഹങ്കരിക്കുമ്പോൾ, എത്രയോ ലക്ഷം വർഷം മുമ്പേ ഈ പണിയൊക്കെ ചെയ്യുന്ന ചാണകവണ്ടുകളുടെ മുമ്പിൽ വളരെ നിസ്സാരന്മാരാണ് നമ്മൾ. ഇനി ഒരു കൗതുകകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് ഈ ഗവേഷണത്തെ സംബന്ധിച്ച്. നമുക്കെല്ലാം നൊബേൽ സമ്മാനം എന്താണെന്ന് അറിയാമല്ലോ. അത്തരത്തിലൊരു പാരഡി നൊബേൽ സമ്മാനം കൂടിയുണ്ട് ലോകത്ത്. ലോകത്തിലെ ശാസ്ത്ര ഗവേഷകന്മാർ വളരെ ഗൗരവകരമായിട്ടുള്ള ഗവേഷണങ്ങൾ മാത്രമല്ല നടത്താറ്, വളരെ രസകരമായിട്ടുള്ള കേട്ടാൽ കിളിപാറുന്ന ഗവേഷണങ്ങളും പലരും നടത്താറുണ്ട്. പാൻറ്റിൻ്റെ സിബിൽ പുരുഷലിംഗം കുടുങ്ങിയാൽ രക്ഷപ്പെടാനുള്ള ശാസ്ത്രീയ വഴികളെക്കുറിച്ചും, ഗർഭിണികൾ നടക്കുമ്പോൾ അധികമൊന്നും തടഞ്ഞു വീഴാത്തത് എന്തുകൊണ്ടാണെന്നും, മരം കൊത്തികൾക്ക് എന്തുകൊണ്ട് തലവേദന വരുന്നില്ല എന്നൊക്കെയുള്ള ഗവേഷണങ്ങൾ. ബോർഡിൽ ചോക്ക് കൊണ്ടൊക്കെ എഴുതുമ്പോഴുണ്ടാകുന്ന നഖമുരിയുന്ന തരം ഒരു കിരികിരി ശബ്ദമുണ്ടല്ലോ, അത് കേൾക്കാൻ ആളുകൾക്കൊന്നും ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടാണ്? വളരെ നേരമായിട്ട് തറയിൽ കിടക്കുന്ന ഒരു പശു എഴുന്നേൽക്കാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും വളരെ നേരമായിട്ട് നിൽക്കുന്ന പശു കിടക്കാനുള്ള സാധ്യത എത്രമാത്രമാണ് എന്ന് പ്രവചനം സാധ്യമാണോ? തുടങ്ങിയൊക്കെയാണ് പലതരത്തിലുള്ള ഗവേഷണങ്ങൾ. എന്തിനാണ് ഇവരിങ്ങനെ ഗവേഷണം നടത്തുന്നത് എന്ന് ആലോചിച്ച് നമ്മൾ അമ്പരന്നു പോകും. ഇത്തരം നിരവധി ഗൗരവ പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനും അവയുടെ പ്രശ്നപരിഹാരം കാണാനും ഒക്കെ ആയിട്ട് ലോകത്തിലെ പല ഗവേഷകരും അവരുടെ ബുദ്ധിയും സമയവും പണവും ഒക്കെ ധാരാളമായിട്ട് ചെലവഴിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്ന വമ്പൻ ഗവേഷണങ്ങളെ ആദരിക്കാനായിട്ടാണ് ഇഗ് നൊബേൽ എന്ന് പറയുന്ന സമ്മാനം, നൊബേൽ സമ്മാനത്തിൻ്റെ ഒരു പാരഡി പതിപ്പ് ലോകത്ത് 1991 മുതൽ ആരംഭിച്ചത്. സാഹിത്യത്തിലും സമാധാനത്തിനും ഒക്കെയുള്ള സമ്മാനങ്ങളടക്കം 10 പേർക്കാണ് ഒരു വർഷം സമ്മാനം ലഭിക്കുക. വലിയ നോബൽ ലോറേറ്റുകൾ തന്നെയാണ് ഈ സമ്മാനങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുക. ഇനി കേരളത്തിൽ ആർക്കും ഈ സമ്മാനം കിട്ടിയില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട. ആനകളുടെ ശരീര വിസ്തീർണം കണക്കാക്കുന്നതിനുള്ള അനലിറ്റിക്കൽ റിപ്പോർട്ടിനാണ് മാത്തമാറ്റിക്സിലുള്ള 2002 ഇഗ് നൊബേൽ പുരസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ KP ശ്രീകുമാർ, G നിർമ്മലൻ എന്നിവർക്ക് ലഭിച്ചത്. അങ്ങനെ 2013 ബയോളജിക്കും അസ്ട്രോണമിയിലുമുള്ള ഇഗ് നൊബേൽ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ചാണകവണ്ടുകളുടെ ആകാശഗംഗ പരീക്ഷണത്തിനായിരുന്നു. എന്തായാലും ചാണകവണ്ടുകൾ നിസ്സാരക്കാരല്ല. സ്വന്തം ഭാരത്തിൻ്റെ എത്രയോ മടങ്ങ് ഭാരം ചാണകം ഉരുട്ടിക്കൊണ്ടുപോകാൻ ഇവർക്ക് പറ്റും. ഓന്തോഫോഗസ് ടാറസ് എന്ന് പറയുന്ന ഇനം ചാണകവണ്ടുകൾക്ക് മനസ്സ് വെച്ചാൽ അവരുടെ ഭാരത്തിൻ്റെ 1141 മടങ്ങ് ചാണകം ഉരുട്ടാൻ പറ്റും. നിറയെ ആളുകളുള്ള 6 ഡബിൾ ഡെക്കർ ബസ്സുകൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ ഉരുട്ടിക്കൊണ്ടുപോകുന്നതിന് സമാനമാണത്. ആഫ്രിക്കൻ സാവന്ന ആനകൾ ഒരു ദിവസം ഇടുന്ന ആനപ്പിണ്ടം കൊണ്ട് 2 ലക്ഷം ചാണകവണ്ടുകൾ സുഖമായിട്ട് അവരുടെ വംശവർധന നടത്തും. ചിലയിനം ചാണകവണ്ടുകൾ ഒറ്റ രാത്രി കൊണ്ട് അവയുടെ ഭാരത്തിൻ്റെ 250 മടങ്ങ് ചാണകം ഭൂമിയിൽ പലയിടത്തായിട്ട് കുഴിച്ചിടും. ഇവരുടെ ഉരുട്ടൽ പരിപാടി നമ്മുടെ നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ പോലെ മലമുകളിലേക്ക് വലിയ പാറ ഉരുട്ടി കൊണ്ടുപോയി അവിടെ എത്തി അതിനുശേഷം കൈവിട്ട് പൊട്ടിച്ചിരിക്കലല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതമാണ് ഈ ചാണക ഉരുള. ഈ ചാണകവണ്ടുകൾക്ക്, സ്കറാബസ് ബീറ്റിലുകൾക്ക് പൗരാണിക ഈജിപ്തിലൊക്കെ വളരെ വലിയ സ്ഥാനമാണുള്ളത്. ഈജിപ്ത് മതങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ദേവനായിട്ടുള്ള കെപ്രി ഈ വണ്ടിൻ്റെ രൂപമുള്ളവരാണ്. മുഖം ഈ വണ്ടിൻ്റെ രൂപത്തിലാണുള്ളത്. സൃഷ്ടിയുടെ ദൈവമായിട്ട്, സൂര്യൻ്റെ ദേവനായിട്ട്, ഉദയസൂര്യൻ്റെ ദേവനായിട്ടൊക്കെ കണക്കാക്കുന്നത് കെപ്രിയാണ്. ചാണകവണ്ട് ചാണകം ഉരുട്ടുന്നത് പോലെ ഇരുട്ടിൽ നിന്നും പുലർച്ചെ ഈ ഉരുട്ടി സൂര്യനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആളാണ് ഈ സ്കറാബസ് ബീറ്റിൽ ആയിട്ടുള്ള കെപ്രി ദേവൻ. അതുകൊണ്ട് തന്നെ ഈ സ്കറാബസ് ബീറ്റിലിൻ്റെ രൂപം പലയിടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. പൗരാണിക ഈജിപ്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരുശേഷിപ്പുകളിലൊക്കെയും പിരമിഡുകളിലും അവയ്ക്കുള്ളിലെ ലിഖിതങ്ങളിലും ചിത്രങ്ങളിലും ഒക്കെ പലപ്പോഴും നമുക്ക് ഈ സ്കറാബസ് ബീറ്റിലുകളെ കാണാം. കൂടാതെ മമ്മികൾക്കൊപ്പം ഇവരെ കൂടി, സ്കറാബസ് ബീറ്റിലുകളെ കൂടി അടക്കം ചെയ്തിട്ടുണ്ട്. ഇവയുടെ രൂപം ആലേഖനം ചെയ്ത മോതിരങ്ങളും താലികളും ഒക്കെ കൈമാറൽ വളരെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഭാഗം തന്നെയായിരുന്നു. ഇനി ഈ ചാണകവണ്ടുകളുടെ ഒരു പ്രത്യേകത കൂടി നമുക്ക് നോക്കാം. എല്ലാ ചാണകവും എല്ലാ ചാണകവണ്ടുകളും തിന്നില്ല.
ആസ്ട്രേലിയൻ കുടിയേറ്റക്കാർ യൂറോപ്പിൽ നിന്നും അവിടേക്ക് പശുക്കളെ എത്തി ഫാമുകൾ ആരംഭിച്ചപ്പോൾ ഒരു പുതിയ പ്രശ്നം ആരംഭിച്ചു. കങ്കാരുവിനെ പോലെയുള്ള ജീവികൾക്കൊപ്പം പരിണമിച്ചുണ്ടായ ആസ്ട്രേലിയയിലെ ചാണകവണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള വിസർജ്യങ്ങൾ മാത്രമാണ് അവർ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പരിചിതം. പശുവിൻ്റെ പോലെയുള്ള ചാണകം അവർ കണ്ടിട്ടേ ഇല്ല. പശു ചാണകം അവർ തിരിഞ്ഞു നോക്കിയില്ല. അതുകൊണ്ട് തന്നെ ആസ്ട്രേലിയയിലെ ഫാമുകളിലൊക്കെ ഈ പശുക്കളിട്ട ചാണകം അത്രയും മാസങ്ങളോളം ഇതുപോലെ തന്നെ ആരും തിന്നാനില്ലാതെ അങ്ങനെ തന്നെ കിടന്നു. പ്രാണികളും ഈച്ചകളുമൊക്കെ ഈ പശു ചാണകങ്ങൾക്ക് ചുറ്റും വട്ടം കൂടി നിന്നു, ആർത്തു. ഇവയിൽ നിന്നും പല രോഗങ്ങൾ പരത്താൻ തുടങ്ങി. പശുക്കളിട്ട ചാണകമിട്ട സ്ഥലങ്ങളിലൊന്നും പിന്നെ പുല്ല് മുളച്ചില്ല. ഈ ചാണകമിട്ട സ്ഥലങ്ങളിലൊന്നും പശുക്കൾ പിന്നെ മേയാതായി. ഈ ചാണകം തിന്നാൻ വണ്ടുകളില്ലാത്തത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് അവിടെ മാറി. ഈ പ്രശ്നം പരിഹരിക്കാൻ പല ഗവേഷണങ്ങൾക്കൊടുവിൽ അവസാനം യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ ചിലയിനം വണ്ടുകളെ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. ഡിഗിറ്റ്, ഓങ്ഡോഫാഗസ്, ഗസലെ പോലെയുള്ള 23 ഇനം ചാണകവണ്ടുകളെ ഇങ്ങനെ ആസ്ട്രേലിയയിൽ ഇറക്കുമതി ചെയ്തു. ഇതിനായിട്ട് 1965 ആരംഭിച്ച് 20 വർഷത്തോളം നീണ്ട ഒരു വലിയ പ്രോജക്റ്റായിരുന്നു ആസ്ട്രേലിയൻ ഡങ് ബീറ്റിൽ പ്രോജക്റ്റ്. പരിസ്ഥിതിയുടെ സുസ്ഥിരത കാക്കുന്നതിൽ ഈ കുഞ്ഞു വണ്ടുകൾക്ക് പോലും ഇത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിവ് നൽകുന്ന ഒരു വലിയ സംഭവമായിരുന്നു അത്. ഈ ഭൂമിയിലെ പല ജീവികളും തമ്മിലുള്ള ബന്ധം അതീവ സങ്കീർണവും അതിലോലവുമാണെന്നുള്ള പുതിയ അറിവ് നൽകുന്നതാണ് ചാണകവണ്ടുകളുടെ ജീവിതം. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇത്തരത്തിലുള്ള വളരെ ചെറിയ പ്രാണികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയ വീഡിയോയുമായിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.